ഈ വേനൽ ചൂടിനെ ശമിപ്പിച്ചുകൊണ്ട് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്ന 2 സമ്മർ ഡ്രിങ്ക് റെസിപ്പീസാണ് കാണിക്കുന്നത്. വീഡിയോ കണ്ട് അതുപോലെ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടി തൈര് എടുക്കുക. നല്ല തണുത്ത തൈരും എടുക്കുക. പുളി വളരെ കുറവായിട്ടുള്ള തൈര് എടുക്കുക. 1 ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത്. ഒരു 2.5 സ്പൂൺ പഞ്ചസാരയുടെ ചേർക്കുക. ഇനി 4-5 ഐസ് ക്യൂബ്സ് ചേർക്കുകയാണ്. ഒരുപാട് ഐസ് ക്യൂബ്സ് ചേർക്കല്ലേ, ഒരുപാട് വെള്ളമായി പോകുമേ. ഇനി ഒരു നുള്ളു ഉപ്പൂടെ ചേർക്കുകയാണ്. ഇനി ഒരു 2.5 അല്ലെ 3 സ്പൂണോളം സ്ട്രോബെറിയുടെ ക്രഷാണ് ചേർക്കുന്നത്. സ്ട്രോബെറി ക്രഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു 3 സ്ട്രോബെറി ചേർത്താലും മതിയേ. നല്ല കോമ്പിനേഷനാണ് ഇത് രണ്ടുമേ. സ്ട്രോബെറി ക്രഷ് കൂടുതൽ ഒഴിക്കും തോറും കളറും നല്ല കളറ് കിട്ടുമേ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ക്രഷ് വെച്ച് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇത് ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആയിത്തീരരുത്, അതുകൊണ്ടാണ് ഐസ് കട്ട കുറച്ചിടുക. തൈര് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക. തൈര് വെള്ളം പോലുള്ള തൈര് ഉപയോഗിക്കുന്നതെങ്കിൽ ഐസ് കട്ട ഉപയോഗിക്കാതിരിക്കുക, തണുപ്പിച്ച് ഉപയോഗിച്ചാൽ മതി തൈര്. ഈ സ്ട്രോബെറിയും തൈരും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ റെസിപ്പിയാണ്. അത് സാലഡ് വെള്ളരി വെച്ചാണ് ചെയ്യുന്നത്. സാലഡ് വെള്ളരി എടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഫ്രഷ് ആയിട്ടുള്ള സാലഡ് വെള്ളരി ആണെന്നുണ്ടെങ്കിൽ അതിലൊരു കറ കാണും. ആ കറ നീക്കം ചെയ്യാനായിട്ട് 2 സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ശേഷം അതൊന്ന് ഒരു 10 അല്ലെങ്കിൽ 15 സെക്കൻഡ് നേരത്തേന് നല്ലവണ്ണം ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടാൽ മതിയേ. ഒരു പത പോലെ ഒരു കറ വരുന്നതായിട്ട് കാണാൻ പറ്റും. ശേഷം കഴുകി തുടച്ചെടുത്താൽ മതിയേ. 4-5 ദിവസം പഴകിയ സാലഡ് വെള്ളരിയാണെന്നുണ്ടെങ്കിൽ അത്രയും കറ വരത്തില്ല. കറയൊക്കെ അങ്ങ് ഡ്രൈ ആയിരിക്കും. കറ കളയണം എന്നുള്ളവർക്കൊരു ടിപ്പാണ് പറഞ്ഞത്. വെള്ളരിയുടെ പകുതി എടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി തന്നെ ഞാൻ കട്ട് ചെയ്തിടുവാണേ. ഇവിടെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അതും ചേർത്തിട്ടുണ്ട്. ഇനി പുതിനയിലയാണ് ചേർക്കുന്നത്. ഒരു 4 ചെറുതാണെങ്കിൽ ഒരു 4 പുതിനയില, വലിയ ഇലയാണെന്നുണ്ടെങ്കിൽ ഒരു 3-ൽ കൂടുതൽ ഇടരുത്. ഇതെല്ലാം 1 ഗ്ലാസിൻ്റെ അളവാണ് പറയുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം പിഴിഞ്ഞ് കുരുവെല്ലാം നീക്കം ചെയ്തെടുക്കണം. ഒരു കുരു പോലും വരാൻ പാടില്ല. കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ കുരു ഇല്ലെന്ന് ഉറപ്പ് വരുത്തണേ. ഇനി ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതും ചേർത്തിട്ടുണ്ട്. ഇനി ഐസ് കട്ടയോ നല്ല തണുത്ത വെള്ളമോ കുറച്ച് ആദ്യമേ ഉപയോഗിച്ച് നല്ലവണ്ണം അരച്ചെടുക്കണേ. അതിനുശേഷം 1 ഗ്ലാസ് വരുന്ന രീതിയിൽ വെള്ളം കൂട്ടിച്ചേർക്കാവുന്നതാണ്. 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് ഇത് അരിച്ചൊഴിക്കുകയാണ്. അരിച്ചെടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇതിൻ്റെ വേസ്റ്റൊക്കെ വളരെ കുറവാണ്. നല്ലതായിട്ട് വെള്ളരിക്ക അരഞ്ഞു കിട്ടുവേ. നല്ല 2 ഡ്രിങ്ക് റെസിപ്പീസാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.